അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശരീരത്തെ കുത്തുന്ന ഒരു ശൂലത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം ആവർത്തിച്ചാവർത്തിച്ച് ദൈവസന്നിധിയിൽ അഭയയാചന കഴിച്ചിട്ടും ഉത്തരം കിട്ടാതെ ദൈവം അനുവദിച്ച് നിലനിർത്തിയിരിക്കുന്ന ചില വേദനകളെ, ചില നിന്ദകളെ നമുക്ക് ശൂലങ്ങളെന്ന് പറയുക. ഇത്ര വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ജീവിതത്തിലും നീങ്ങിപ്പോകാത്ത ചില വേദനകൾ ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം ശൂലമെന്നാണ് വിളിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഈ ശൂലത്തെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 12-ന്റെ 7-ാം വാക്യം: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്ന ആ ശൂലം തൻ്റെ ശരീരത്തിലെ ഒരു വേദനയായിട്ട് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വേദനാജനകമായ ഒരവസ്ഥ, ഒരസ്വസ്ഥത, തൻ്റെ സുഗമമായ ജീവിതത്തിന് എപ്പോഴും തടസ്സം ഇട്ട് തൻ്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഏതോ ഒരു രോഗം, ഒരവസ്ഥ ആയിരിക്കാം ഈ ശൂലം എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്ത് തന്നെയായാലും ഈ ശൂലം തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, തന്നെ ഭാരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് പൗലോസ് 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ശൂലത്തെ എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണമേ. 3-ാമത്തെ പ്രാവശ്യവും 3 പ്രാവശ്യവും ഒരൊറ്റ ഉത്തരം മാത്രമേ ദൈവത്തിന് പറയുവാനുണ്ടായിരുന്നുള്ളൂ: നോ, നോ, നോ. ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റാത്ത ആ ശൂലത്തിന്റെ കാരണം അദ്ദേഹം തന്നെ കണ്ടെത്തുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, നാം അനുഭവിക്കുന്ന ചില മാറാത്ത അവസ്ഥകൾ, ദൈവം മാറ്റാത്ത അവസ്ഥകൾ, ഒരുപക്ഷെ നാം നിഗളത്തിലേക്ക് പോയിട്ട് ദൈവകൃപ നഷ്ടമാകാതിരിക്കുന്നതിനായിരിക്കും. ഇവിടെ തൻ്റെ ആത്മീയ കൃപാവരങ്ങൾ നഷ്ടമാകാതിരിപ്പാൻ, കാരണം പൗലോസിനെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത്. ആ പദ്ധതിക്ക് തടസ്സമായി ഒരു ആത്മീയ നിഗളം പൗലോസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം മനസ്സിലാക്കുന്നു. അതിന് ആധാരമായിരിക്കുന്നത് 12-ന്റെ 2-ാം വാക്യം മുതലാണ്. തനിക്ക് ലഭിച്ച ഒരു സ്വർഗീയ ദർശനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 14 സംവത്സരം മുമ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ആത്മീയ അനുഭവം, മറ്റൊരു അപ്പോസ്തലനും വ്യക്തിപരമായി ഉണ്ടാകാത്ത ഒരു വലിയ ആത്മീയ അനുഭവം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതിനെക്കുറിച്ച് സവിസ്തരം അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ന്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ താൻ പറയുകയാണ്, താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുകയാണ്. അതായത് ദൈവം അധിവസിക്കുന്ന അതിവിശുദ്ധ സ്ഥലം വരെ താൻ എടുക്കപ്പെടുകയാണ് ഒരു ദർശനത്തിൽ. ആ ആത്മവിവശതയിൽ, ആ സന്തോഷത്തിൽ, ദൈവസന്നിധിയിൽ ചെന്നെത്തിയതിൻ്റെ ആ ഒരു വലിയ എൻലൈറ്റൻമെന്റില്, ആ ഒരു വലിയ ത്രില്ലില് പിന്നീട് നടന്ന ഒരു കാര്യങ്ങൾ പോലും തനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ലെന്നും പൗലോസ് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ശരീരം കൊണ്ടോ ശരീരമില്ലാതെയാണോ അവിടം വരെ എത്തിയതെന്നൊന്നും തനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് അത്രയ്ക്ക് അതിഭയങ്കരവും ഗംഭീരവുമായ ഒരു ആത്മീയ അനുഭവമായിരുന്നു. ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ താൻ അവിടെ കേട്ടു എന്ന് പറഞ്ഞു. തനിക്ക് ഉച്ചരിക്കുവാനോ പറയുവാനോ ഒന്നും സാധിക്കാത്ത വാക്കുകളെ താൻ ആ 3-ാം സ്വർഗത്തിൽ കേട്ടു. കാരണം താൻ ദൈവത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. അതിനുശേഷം താൻ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ തന്നെ സ്വീകരിക്കുവാൻ നിൽക്കുന്നത് ഒരു ശൂലമാണെന്ന് ഓർക്കുക. കാരണം ഈ ദർശനം തൻ്റെ ജീവിതത്തിൽ ഒരു നിഗളമായി തീരുവാൻ കാരണമുണ്ട് എന്ന്, കാരണമാകാം എന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട് ദൈവം തൻ്റെ ശരീരത്തെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. സാത്താന്റെ ദൂതന്
പെർമിഷൻ കൊടുക്കുന്ന ഒരു ദൈവം. ഇയ്യോബിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ അഴിച്ചുവിടുവാൻ ദൈവം സാത്താൻ അനുമതി കൊടുത്തു. നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, നാം ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ദണ്ഡിപ്പിക്കുവാൻ സാത്താന് ദൈവത്തിന്റെ പെർമിഷൻ അത്യാവശ്യമാണ്. എന്നാൽ മറിച്ച് തുറന്നു കിടക്കുന്ന ഒരു പുരയിടം പോലെ വേലികളില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ സാത്താന് ഇപ്രകാരമുള്ള ഒരു പെർമിഷന്റെ ആവശ്യമില്ല. ദൈവിക പ്രൊട്ടക്ഷൻ ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ പെർമിഷൻ ആവശ്യമുള്ളൂ. ഇവിടെ ദൈവത്തോട് സാത്താൻ അനുമതി ചോദിക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. ദൈവം സാത്താന്റെ ദൂതനെ അനുവദിക്കുകയാണ്, നീ അവനെ ഒന്ന് കുത്തിക്കൊള്ളുവാൻ. ഈ കുത്തലിൽ, ഈ ശൂലത്തിൽ പൗലോസിന് നന്നായിട്ട് നോവുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇത് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി പൗലോസ് നമ്മെ പോലെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ ശൂലം മാറ്റിത്തരണമേ. എന്നാൽ ദൈവം മൃദുസ്വരത്തിൽ കൊടുക്കുന്ന ഒരു മറുപടിയാണ് പൗലോസിനെ ഏറ്റവും ബലവാനാക്കി തീർക്കുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കൃപ നിനക്കു മതി. ശൂലം തൽക്കാലം മാറുന്നില്ല കുഞ്ഞേ, പക്ഷേ ഈ ശൂലത്തിന്റെ മധ്യത്തിൽ പൊതുകി വരുന്ന, നിറഞ്ഞു വരുന്ന, പൊന്തി വരുന്ന ഒരു കൃപ ഞാൻ നിനക്ക് അയക്കും. ആ കൃപ നിന്നെ ശക്തനാക്കും. അല്ല, നിന്റെ അപേക്ഷ കേട്ടിട്ട് ഞാൻ ഈ ശൂലം ഇങ്ങ് എടുത്തു മാറ്റുകയാണെങ്കിൽ നീ നിഗളിച്ചു പോയിട്ട് നിന്റെ ആത്മീയ ഉദ്ദേശങ്ങളെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് തീർത്തെടുക്കാനുള്ള പേർപ്പസുകളെ, മിഷനുകളെ ഒക്കെ നീ ഇല്ലാതാക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ വേദന അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഈ ശൂലം അവിടെ തന്നെ നിൽക്കട്ടെ. പകരം നിന്നെ ശക്തനാക്കുന്ന, നിന്നെ കരുത്തുറ്റുന്ന, നിന്റെ ബലഹീനതയിൽ കേറി വരുന്ന ഒരു കൃപ ഞാൻ സ്വർഗത്തിൽ നിന്ന് അയക്കുമെന്ന് പറയുന്നു. അതിനെ നമുക്ക് ഇപ്രകാരം ഒന്ന് ചിന്തിക്കാമോ? ആ ശൂലം സാത്താന്റെ ദൂതൻ കുത്തി നിർത്തിയിരിക്കുകയാണ്. ആ ശൂലത്തിന്റെ വേദന തന്റെ ശരീരങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ആ കുത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപ. ശൂലം അവിടെയുണ്ട്, വേദന അവിടെയുണ്ട്, സങ്കടമുണ്ട്, ദയനീയതയുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ വന്ന് നിറയുന്ന ദൈവകൃപയുടെ അപാരമായ ശക്തി. കുത്തിയിരിക്കുന്നത് പൗലോസിന്റെ ശരീരത്തിലാണെങ്കിലും ശൂലത്തെ കുത്തുന്നത് ഒരു കൃപയ്ക്കുള്ളിലൂടെയാണെന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിലും നാം ദൈവമക്കൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെയും കയ്പിന്റെയും കണ്ണുനീരിന്റെയും മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് അവൻ തരുന്ന ഏത് സാഹചര്യങ്ങളെയും ഉത്തരങ്ങളെയും, അതായത് പ്രാർത്ഥനകൾക്ക് നെഗറ്റീവ് ഉത്തരങ്ങൾ ലഭിക്കുമ്പോഴും മറുത്ത് പറയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. കൃപയ്ക്കുള്ളിലൂടെ കുത്തപ്പെടുന്ന ഒരു ശൂലങ്ങളും നമ്മളെ തകർക്കുകയില്ല പ്രിയരെ. കൃപയ്ക്കുള്ളിലൂടെ നമ്മളെ കുത്തി നോവിക്കുന്ന സാത്താന്റെ ഒരായുധങ്ങളും നമ്മളെ തകർത്ത് കളയുകയില്ല എന്ന് പൗലോസിന്റെ ജീവിതം വ്യക്തമാക്കുന്നു. ആ ഭാഗങ്ങൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ബലഹീനതയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ശക്തി ഞാൻ അനുഭവിച്ചറിയുന്നു. ആ ബലഹീനത എടുത്തു മാറ്റാൻ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ആ ബലഹീനതയിൽ പുതുകി വരുന്ന ശക്തി മുന്നത്തേക്കാൾ എന്നെ ശക്തനാക്കുന്നു, മുന്നത്തേക്കാൾ എന്നെ ബലപ്പെടുത്തുന്നു, മുന്നത്തേക്കാൾ എനിക്ക് ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദിനംതോറും നിലവിളിച്ചു പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ച ശൂലങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപയിലൂടെ നമുക്കതിനെ അനുഭവിക്കാം, കൃപയിലൂടെ അതിനെ നമുക്ക് നേരിടാം. അവന്റെ ശക്തി ബലഹീനതയിൽ പുതുകി വരുന്നു. ആമേൻ.